രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കുതിരക്കച്ചവടവും കൂറുമാറ്റവും. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാരിന്റെ ഭാവി തന്നെ തുലാസിൽ. കോൺഗ്രസിന്റെ 6 MLA-മാർ കൂറുമാറി വോട്ട് ചെയ്തതോടെയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു മന്ത്രിസഭ പ്രതിസന്ധിയിലായത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കും കർണാടകയിൽ BJP-ക്കും കൂറുമാറ്റം തിരിച്ചടിയായി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പുതിയ രാഷ്ട്രീയ പ്രതിസന്ധി എന്തൊക്കെ? വേണു, 3 സംസ്ഥാനങ്ങളിലായി 15 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് കൗണ്ടിങ്ങിന് സമാനമായ തരത്തിലുള്ള ആവേശം നിറയ്ക്കുന്നതായിരുന്നു ഈ 3 സംസ്ഥാനങ്ങളിലെയും കൗണ്ടിംഗ് എന്നുള്ളത്. ഇതിൽ ഫലം വ്യക്തമായിരിക്കുന്നത് ഇപ്പോൾ കർണാടകയിലാണ്. കർണാടകയിൽ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നു. അജയ് മാക്കൻ, നാസർ ഹുസൈൻ, ജി ചന്ദ്രശേഖർ എന്നീ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നു. BJP-യുടെ നാരായണ ബണ്ടാഗെ വിജയിച്ചിരിക്കുന്നു. എന്നാൽ JDS BJP സംയുക്ത സ്ഥാനാർത്ഥിയായ കുബേന്ദ്ര റെഡ്ഡി പരാജയപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിന് തങ്ങളുടെ വോട്ടുകൾക്ക് 134 വോട്ടുകൾക്ക് ഒപ്പം അധികമായി 4 വോട്ടുകൾ കൂടി ലഭിച്ചിരിക്കുകയാണ്. അതിൽ 2 വോട്ടുകൾ BJP MLA-മാർ ക്രോസ് വോട്ട് ചെയ്തതാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം അതീവ നാടകീയമായ രംഗങ്ങളിലേക്ക് നീങ്ങുന്നത് ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ഹിമാചൽ പ്രദേശിൽ 35 സീറ്റുകളാണ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടത്. കോൺഗ്രസിന് 40 MLA-മാരുണ്ട്, BJP-ക്ക് 25 MLA-മാർ മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ 34 MLA-മാർ മാത്രമാണ് ഇപ്പോൾ ഷിംലയിലുള്ളത്. 6 പേരെ പഞ്ച്കുളയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ആരോപണം ഉയരുന്നത്. അത് CRPF-ന്റെ വാഹനങ്ങളിലാണ് MLA-മാരെ മാറ്റിയത് എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഉന്നയിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഒരു കോൺഗ്രസ് വോട്ട് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP-യുടെ പ്രതിഷേധം. ഏതാണ്ട് ടൈ ആയ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് വോട്ടെണ്ണലിന് ഒടുവിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടാണ് BJP പ്രതിഷേധിക്കുന്നത്. ഒരു കോൺഗ്രസ് വോട്ട് അസാധുവാക്കണമെന്നും ആവശ്യപ്പെടുന്നു. അത്തരത്തിലേക്ക് മത്സരം കടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് സർക്കാരിന്റെ ഭൂരിപക്ഷം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ 40 വോട്ടുകൾ ഉണ്ടായിട്ട് പോലും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം. അല്പസമയത്തിനകം തന്നെ വ്യക്തമാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലും സമാജ്വാദി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നു. ജയാ ബച്ചൻ അടക്കം 2 പേർ വിജയിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം BJP-യുടെ 8 പേരും വിജയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. വേണു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.